നമസ്കാരം സുഹൃത്തുക്കളെ. നടി രചന നാരായണൻകുട്ടിയെപ്പറ്റി ഒരു രഹസ്യം വെളിപ്പെടുത്തി മമ്മൂട്ടി. താരസംഘടനയായ അമ്മയുടെ മേൽനോട്ടത്തിൽ നടന്ന അഭിനയ ഇൻറ്റൻസീവ് എന്ന നൃത്തശില്പശാലയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിലാണ് മമ്മൂട്ടിയും രചനയും തമ്മിലുള്ള രസകരമായ ഒരു സംഭാഷണം നടന്നത്. രചന നാരായണൻകുട്ടിയെ ഇനി പ്രൊഫസർ എന്ന് വിളിക്കണം എന്നായിരുന്നു ചടങ്ങിൽ മമ്മൂട്ടി വെളിപ്പെടുത്തിയത്. മമ്മൂട്ടി പറഞ്ഞത് വാസ്തവമാണെന്നും ബാംഗ്ലൂരുവിലെ ഒരു കോളേജിൽ ഡാൻസ് പ്രൊഫസറായി താൻ അടുത്തിടെ ജോലിയിൽ പ്രവേശിച്ചെന്നും രചന പറഞ്ഞു. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും മമ്മൂട്ടി തന്ന ഉപദേശം എനിക്ക് പാഠമായിട്ടുണ്ടെന്നും രചന നാരായണൻകുട്ടി കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ: രചനയെ ഇനി ടീച്ചർ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. രചന ഡാൻസ് ടീച്ചറാണ്, സാധാരണ ടീച്ചറൊന്നുമല്ല. ഡാൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ആളാണ്. ടീച്ചർ എന്നല്ല, പ്രൊഫസർ എന്ന് വിളിച്ചോളൂ. ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്, അല്ലേ? മമ്മൂട്ടിയുടെ വാക്കുകൾ ഏറെ അമ്പരപ്പോടെയാണ് രചന കേട്ടത്. മറുപടിയിൽ മമ്മൂക്ക പറഞ്ഞതിന്റെ വാസ്തവം രചന വെളിപ്പെടുത്തി. മമ്മൂക്ക ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഓർത്തത്. ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബംഗളൂരിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡാൻസ് പ്രൊഫസറായി ജോയിൻ ചെയ്തു. മമ്മൂക്ക ഇതെങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മമ്മൂക്ക വരും എന്നത് ഒരു സർപ്രൈസ് ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിൽ എത്തിയതുപോലെ തോന്നി. ചില വ്യക്തികളുടെ സാന്നിധ്യം നമ്മെ പ്രചോദിപ്പിക്കും. ഒരു ആക്ടർ എന്ന നിലയിൽ മമ്മൂക്ക നമുക്ക് ഒരു അത്ഭുതമാണ്. ഓരോ ദിവസവും അദ്ദേഹം കൂടുതൽ പഠിക്കുകയും അദ്ദേഹം എന്താണെന്ന് നമ്മെ സ്ക്രീനിലും പുറത്തും കാണിച്ചും തരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ മമ്മൂക്ക പലപ്പോഴായി പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മൂക്ക ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടാകില്ല. ഈ പഠനം മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും എന്ന് മമ്മൂക്ക കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. എനിക്കും അതുപോലെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിധി പോലെ കൊണ്ടു നടക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അതൊരു പഠനമായി എടുക്കാൻ എനിക്ക് അതുകൊണ്ട് കഴിയാറുണ്ട്, രചന നാരായണൻകുട്ടി പറഞ്ഞു. മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രവും പതിവ് പോലെ ശ്രദ്ധ തേടുന്നു എന്ന അർത്ഥത്തിൽ ഇൻ സെർച്ച് ഓഫ് എന്നാണ് ചിത്രത്തിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. ചിത്രം പബ്ലിഷ് ചെയ്ത നിമിഷങ്ങൾക്കകം നിരവധി ആരാധകരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. പ്രായമാണോ തേടുന്നത്, അത് മാത്രമാണല്ലോ നിങ്ങൾക്ക് ഇല്ലാത്തത് എന്നാണ് നടൻ പ്രസന്ന കമന്റായി ചേർത്തിരിക്കുന്നത്. സ്വർണം തേടിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് വജ്രമാണെന്ന് കമന്റ് ചെയ്തത് സോഷ്യൽ മീഡിയ താരം ഹനാനാണ്. വരിക, ഒരു പോസ്റ്റ് ഇടുക, കത്തിക്കുക, പോവുക, ജസ്റ്റ് മമ്മൂക്ക തിങ്സ്. DQ ഫാൻസ് അസ്വസ്ഥരാണ്. ചെക്കന് നാണക്കേടുണ്ടാകുന്ന വാപ്പച്ചി. ഇടയ്ക്കിടെ വന്ന് ഇൻസ്റ്റയ്ക്ക് തീ കൊളുത്തണം എന്നില്ല കേട്ടോ തുടങ്ങിയ രസകരമായ കമന്റുകൾ കൊണ്ട് മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തെ ആഘോഷമാക്കുകയാണ് ആരാധകർ. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക. സിനിമാ പ്രേമികൾ ഇപ്പോൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഇത്. ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. ചിത്രത്തിന്റെ ടീസർ ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് എത്തും എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ്. തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ഒരു പ്രധാന വേഷം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ ഭരതൻ, ബാബു ആന്റണി, ഹക്കിം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നിസ്, സുമിത് ദേവൽ, ദിവ്യ പിള്ള, സ്ഫടികൻ ജോർജ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്.